പ്രാണപ്രതിഷ്ഠാ മഹോത്സവ നിറവിലാണ് രാമജന്മഭൂമി. ക്ഷേത്രത്തിന്റെ 1-ാം നിലയിൽ രാജാവായ ശ്രീരാമചന്ദ്ര ഭഗവാനും സീതാദേവിയും ഉൾപ്പെടുന്ന രാം ദർബാറിന്റെ പ്രാണപ്രതിഷ്ഠ നടന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യജമാന സ്ഥാനത്ത് നിന്നാണ് ചടങ്ങുകൾ നടത്തിയത്. രാം ദർബാറിന്റെ പ്രാണപ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് ഈ മാസം 3 മുതൽ അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ ആരംഭിച്ചിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ക്ഷേത്രത്തിന്റെ 1-ാം നിലയിൽ രാം ദർബാറിന്റെ പ്രാണപ്രതിഷ്ഠ നടന്നത്. സീതാസമേത ശ്രീരാമചന്ദ്ര പ്രഭുവും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഹനുമാൻ സ്വാമിയുടെയും അണിയിച്ചൊരുക്കിയ വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിച്ചത്. രാമമന്ത്രത്താൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ചടങ്ങുകൾ നടത്തിയത്. 500 वर्षों की जड़ता को दूर किया गया था. भारत का पुनर्वैभव देश के 80 प्रधानमंत्री जी के कर कमलों से अयोध्या धाम में पुनर्स्थापित हुई थी और आज उसी की अगली कड़ी श्री राम जन्मभूमि अयोध्या धाम में भव्य राम दरबार की प्राण प्रतिष्ठा का कार्यक्रम संपन्न हुआ है. ക്ഷേത്രത്തിന്റെ വടക്കുകിഴക്ക് ഭാഗത്ത് ശിവലിംഗവും തെക്ക് കിഴക്ക് ഭാഗത്ത് ഗണപതിയും മധ്യഭാഗത്ത് ഹനുമാനും സൂര്യഭഗവാനും ഉൾപ്പെടെ ഉപദേവതകളുടെ പ്രതിഷ്ഠയും നടത്തി. ശ്രീകോവിലിനു മുകളിൽ 161 അടി ഉയരത്തിൽ സ്വർണത്തിൽ പൊതിഞ്ഞ താഴികക്കുടം നേരത്തെ സ്ഥാപിച്ചിരുന്നു. പ്രാണപ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള രാമഭക്തർ സരയൂ നദിക്കരയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ശ്രീകോവിലിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയത്. ജനം, ഡൽഹി.